റീസെൻ്റ്ലി നമ്മുടെ ഷോപ്പ് ടു ഹോസ്റ്റ് യൂസ് ചെയ്ത് ഒരു ക്ലയൻറ്റിനെ ഓൺബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരിശ്രീ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലക്കാട് ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്ലോത്തിങ് മാനുഫാക്ചറാണ് ക്ലയൻറ്റ്. അവരുടെ റിക്വയർമെൻറ്റ്സ് ഒരു ക്ലോത്തിങ് സ്റ്റോർ ആയിരുന്നു അവർ പ്ലാൻ ചെയ്ത്. നമ്മുടെ ഷോപ്പ് ടു ഹോസ്റ്റ് യൂസ് ചെയ്ത് അവർക്കത് ലഭിച്ചു. നമുക്ക് ആ ക്ലോത്തിങ് സ്റ്റോർ നോക്കാം. ഇതാണ് അതിൻ്റെ ലാൻഡിംഗ് പേജ്, അതായത് UAE വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് CTA, അതിൻ്റെ നെയിം, അതുപോലെ ഹെഡർ, എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അവരുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമുക്കൊരു പ്രൊഡക്റ്റ് നോക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇമേജസ്, മൾട്ടിപ്പിൾ ഇമേജസ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ പ്രൈസിങ്, അതിൻ്റെ ഓഫർ എത്രയാണ്, അതുപോലെ കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സോഷ്യൽ മീഡിയ ഇൻ്റഗ്രേഷൻ നമുക്ക് എവിടെയൊക്കെ ഷെയർ ചെയ്യാൻ കഴിയും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ അതിൻ്റെ എത്രയാണ് അതിൻ്റെ റിവ്യൂ, അതിൻ്റെ റേറ്റിംഗ് എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അതിന് ഒരു വാരിയൻ്റ് ഉണ്ടോ, കളർ പാറ്റേൺസ് ഉണ്ടോ, അല്ലെങ്കിൽ സൈസ് ഉണ്ടോ, അതൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ പ്രൈസിങ്, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ക്വാണ്ടിറ്റി, അതിപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ ഇൻ സ്റ്റോക്ക് ആണോ എന്ന് കാണാൻ കഴിയും. അതുപോലെ കാർട്ടിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ കാർട്ടിലേക്ക് ആഡ് ചെയ്യാം, ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫങ്ഷണാലിറ്റീസ് വരുന്നുണ്ട്. അതുപോലെ ഒരു ബേസിക് ഇ-കൊമേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഷോപ്പ് ടു ഹോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് റിലേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാണാൻ പറ്റും. നമുക്കൊരു റിവ്യൂ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റിവ്യൂ കൊടുക്കാൻ കഴിയും. മൾട്ടിപ്പിൾ ഫങ്ഷണാലിറ്റീസ് ആണ് ഷോപ്പ് ടു ഹോസ്റ്റ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വിത്ത് free.in അല്ലെങ്കിൽ free.com ഡൊമൈൻ. സോ നിങ്ങളൊരു ഇ-കൊമേഴ്സ് സ്റ്റോർ ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ shoptohost.com വിസിറ്റ് ചെയ്യുക. ഒരു 3 ഡേയ്സിലേക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ഇ-കൊമേഴ്സ് സ്റ്റോറിൻ്റെ എക്സ്പ്ലോറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് 50 റുപ്പീസിന്. സോ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ shoptohost.com വിസിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക.